ഹായ് ഓൾ, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. HPCL ഓഫീസർ റിക്രൂട്ട്മെന്റ് 2026. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന പോസ്റ്റുകളും അതിൻ്റെ വേക്കൻസീസ് നോക്കുവാണെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ, അതിന് 10 വേക്കൻസീസ് ഉണ്ട്. പിന്നീട് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലിന് 19 വേക്കൻസീസ്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ 117 വേക്കൻസീസ്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി 16 വേക്കൻസീസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിന് 72 വേക്കൻസീസ്, സിവിൽ എഞ്ചിനീയർ 37 വേക്കൻസി, കെമിക്കൽ എഞ്ചിനീയറിന് 15 വേക്കൻസി, ഓഫീസർ പോസ്റ്റിലേക്ക് 20 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ ഓരോ പോസ്റ്റിനും അതിൻ്റെതായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അവർ എടുത്തു തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനാണ്, അതായത് 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ റെസ്പെക്റ്റീവ് ബ്രാഞ്ചസ് ലൈക്ക് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ്. അതേപോലെ ഫോർ ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ എക്സെപ്റ്റ് എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ. ഫോർ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ BSc കെമിസ്ട്രി ആണ്, മിനിമം 65% മാർക്ക് ഉണ്ടായിരിക്കണം. ഫോർ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർ എഞ്ചിനീയർ പോസ്റ്റ് ആൻഡ് ഓഫീസർ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 4 ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ BE ഓർ BTech ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ഓഫീസർ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും 4 ഇയർ ഫുൾ ടൈം BE ഓർ BTech CS ഓർ MCA ആണ് പറയുന്നത്. മിനിമം 65% മാർക്കാണ് അവിടെയും പറയുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ആസ് ഓൺ 25 മാർച്ച് 2026 ജൂനിയർ എക്സിക്യൂട്ടീവ് ആൻഡ് എഞ്ചിനീയറിന് മാക്സിമം 25 ഇയേഴ്സും, ഓഫീസർ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 25 to 27 ഇയേഴ്സ്. അതേപോലെ ഏജ് റിലാക്സേഷൻ നമുക്കുണ്ട്, അതായത് SC/ST ആണെങ്കിൽ 5 ഇയേഴ്സും OBC ആണെന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സും നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ 30,000 തൊട്ട് 1,20,000 രൂപ വരെയും, എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ 50,000 മുതൽ 1,60,000 രൂപ വരെയും, ഓഫീസർ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 50,000 മുതൽ 1,60,000 രൂപ വരെയാണ് പേ സ്കെയിൽ വരുന്നത്. പിന്നീട് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ ഇതിനൊരു CBT എക്സാം ഉണ്ടായിരിക്കും. അതേപോലെ പിന്നീട് വരുന്നത് ആ CBT എക്സാം ക്രാക്ക് ചെയ്ത് പിന്നീട് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. പിന്നീട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നീട് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു CBT എക്സാം ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിൻ്റെ പാർട്ട് 1 ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ റീസണിങ്, ഇത്രയാണ് സബ്ജക്ട്സ് വരിക. പാർട്ട് 2 ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് റിലേറ്റഡ് ടു നിങ്ങളുടെ പോസ്റ്റ്. ഇങ്ങനെയാണ് CBT എക്സാമിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അത് ജനറൽ, OBC, അതേപോലെ EWS കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് ഫീസ് ഉള്ളത്. അത് ഫീസ് വരുന്നത് 1,180 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. SC/ST അതേപോലെ PWD കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ബാധകമല്ല. അപ്പം ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരുടെ സൈറ്റിൽ കയറി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 25 ഫെബ്രുവരിയിലാണ്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25 മാർച്ച് ആണ്. അതേപോലെ തന്നെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 3, 2026 ആണ്. അപ്പോൾ മാർച്ച് മാസം 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അവരുടെ ഓൺലൈൻ സൈറ്റിൽ കൂടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ മാർച്ച് 25 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.